മൈ എയിം അക്കാഡമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമികളെ പറ്റിയിട്ടാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമൻറ്റ് ചെയ്യുക. നദീസമതലങ്ങളിൽ നിന്നും 150 മുതൽ 600 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലാണ് ഈ ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഈ ഉപദ്വീപീയ പീഠഭൂമി ഒരു ക്രമരഹിതമായ ത്രികോണ ഭൂഭാഗമാണ്. ത്രികോണമായിട്ടാണ് ഇതിന്റെ ഷേപ്പ് കാണുന്നത്. ഇതിന്റെ ഷേപ്പ് ഒരു ട്രയാങ്കുലാർ ഷേപ്പ് ആയിട്ടാണ് കാണുന്നത്. മാപ്പിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇതൊരു ത്രികോണാകൃതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഒരു ക്രമരഹിതമായ ഒരു ത്രികോണാകൃതിയിലാണ് കാണുന്നത്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രദേശമാണ് ഈ ഒരു പീഠഭൂമി ഉൾപ്പെടുന്ന പ്രദേശം. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും കർണാടക, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ ഒരു ഭൂഭാഗം ഉൾപ്പെടുന്ന പ്രദേശം. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിക്കപ്പെട്ട ഇവ ഏറ്റവും പഴക്കം ചെന്നതാണ്. ഏറ്റവും പഴക്കം ചെന്ന ഭൂഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഏറ്റവും പഴക്കം ചെന്ന ഭൂഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതുപോലെ തന്നെ ഏറ്റവും വിസ്തൃതമേറിയ ഭൂവിഭാഗം കൂടിയിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വിസ്തൃതമേറിയതുമായ ഒരു ഭൂഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ ഭൂവിഭാഗത്തിന്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതെന്ന് ചോദിച്ചാൽ ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയായിട്ട് നിലകൊള്ളുന്നത്. പിന്നീടുള്ള പ്രധാനപ്പെട്ട പീഠഭൂമികളാണ് മാൽവ പീഠഭൂമിയും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയും. മാൽവ പീഠഭൂമിയും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുമാണ് മറ്റ് പ്രധാനപ്പെട്ട പീഠഭൂമികൾ. ഈ ഭൂപ്രകൃതി ഭാഗത്ത് ചില ഭൂരൂപങ്ങൾ കാണപ്പെടാറുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേത് ടോറുകളാണ്. ആദ്യത്തെ ചിത്രം കാണിച്ചിരിക്കുന്നത് ടോറുകളുടേതാണ്. അടുത്തത് ഗണ്ഡപർവ്വതങ്ങൾ. ഗണ്ഡപർവ്വതങ്ങൾ എന്നാൽ ബ്ലോക്ക് മൗണ്ടെയ്ൻസ് ആണ്. ബ്ലോക്ക് മൗണ്ടെയ്ൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭ്രംശ താഴ്വരകൾ അഥവാ റിഫ്റ്റ് വാലീസ് കാണുന്നുണ്ട്. നാലാമത്തെ ഭൂവിഭാഗമാണെങ്കിൽ ഭൂപ്രകൃതിയിലുള്ള ഒരു പ്രദേശമാണ് സ്പറുകൾ അഥവാ ചെങ്കുത്തായിട്ടുള്ള പ്രദേശങ്ങൾ. നിരനിരയായ മൊട്ടക്കുന്നുകൾ കാണാൻ കഴിയുന്നുണ്ട്. ചുമസമാന ക്വാഡ്സൈറ്റുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഡൈക്കുകൾ എന്ന് വെച്ചാൽ ഈ ഒരു പാറയുടെ ഇടയിലൂടെ കാണുന്ന ഈ ഒരു പ്രത്യേകതരം രൂപത്തെയാണ് ഡൈക്കുകൾ എന്ന് പറയുന്നത്. പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ധാരാളം കറുത്ത മണ്ണിന്റെ സാന്നിധ്യമുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കറുത്ത മണ്ണിന്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ ഭൂപ്രകൃതി വൈവിധ്യങ്ങളെ അടിസ്ഥാനമാക്കി ഉപദ്വീപീയ പീഠഭൂമിയെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഡക്കാൻ പീഠഭൂമിയാണ് ആദ്യത്തെ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് ആദ്യത്തേതും വളരെ പ്രധാനപ്പെട്ടതും വലിപ്പമേറിയതും പഴക്കമേറിയതുമായിട്ടുള്ള പീഠഭൂമി. രണ്ടാമത്തത് മധ്യ ഉന്നത തടം. മൂന്നാമത്തത് വടക്ക് കിഴക്കൻ പീഠഭൂമി. അങ്ങനെ ഉപദ്വീപീയ പീഠഭൂമിയെ 3 ആയി തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയായ ഡക്കാൻ പീഠഭൂമിയെ പറ്റി ചർച്ച ചെയ്യാം. പടിഞ്ഞാറ് പശ്ചിമഘട്ട മലനിരകളാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ഏത് മലനിരകളാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ട മലനിരകളാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വശത്തായിട്ട് പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കിഴക്ക് പൂർവഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ പൂർവഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഏതാണ്? പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്.
മൈഗൽ മലനിരകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്ക്. മൈഗൽ മലനിരകൾ ഇവിടെയാണ്. മൈഗൽ മലനിരകൾ കാണുന്നുണ്ടല്ലോ. മൈഗൽ മലനിരകൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മഹാദിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. മഹാദിയ കുന്നുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതെല്ലാമാണ് ഈ ഒരു ഡെക്കാൻ പീഠഭൂമിയുടെ അതിർത്തി പങ്കിടുന്ന മലനിരകൾ. ഇത്രയും മലനിരകൾ കൊണ്ട് ഉൾപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇത്രയും മലനിരകളാൽ അതിർത്തി ഉള്ള ഒരു ഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ പീഠഭൂമി അറിയപ്പെടുന്നത്. അവ ഏതൊക്കെയാണ്? മഹാരാഷ്ട്രയിൽ ഇതിനെ സഹ്യാദ്രി എന്നാണ് വിളിക്കുന്നത്. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്ന് പറയുമ്പോൾ കർണാടകയിലോ തമിഴ്നാട്ടിലും നീലഗിരി എന്നാണ് അറിയപ്പെടുന്നത്. നീലഗിരിയാണ് കർണാടകയിലും തമിഴ്നാട്ടിലും ഇതിന്റെ പേര്. കേരളത്തിൽ നമ്മൾ ആനമലക്കുന്നുകൾ എന്ന് പറയാറുണ്ട്. ആനമലക്കുന്നുകൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏലമലക്കുന്നുകൾ, ഏലം ധാരാളമായി കൃഷി ചെയ്യുന്ന ഏലമലക്കുന്നുകളും ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയിലെ ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന പീഠഭൂമിയാണ്. പശ്ചിമഘട്ടം പൂർവഘട്ടത്തെക്കാൾ താരതമ്യേന ഉയരം കൂടുതലുള്ളവയാണ്. പശ്ചിമഘട്ടം മലനിരകൾ പൂർവഘട്ടത്തെക്കാൾ ഉയരം കൂടുതലുള്ളവയാണ്. ഈ ഭാഗത്തെ മലനിരകൾ എന്താണ്? ഉയരം കൂടുതലുള്ളതാണ്. ഈ പൂർവഘട്ടത്തെക്കാൾ പശ്ചിമഘട്ടത്തിന് ഉയരം കൂടുതലാണ് പശ്ചിമഘട്ടത്തിന്. അതുപോലെ തന്നെ തുടർച്ചയുള്ളവയാണ്. ഈ പൂർവഘട്ടത്തിന്റെ ഇടയിലിടയിൽ എന്താണ്? ബ്രേക്സ് ഉണ്ട് അല്ലെ? ബ്രേക്സ് ഉണ്ട്. ഈ മുറിഞ്ഞിട്ടാണ് പൂർവഘട്ടം കാണുന്നത്. മുറിഞ്ഞാണ് കാണുന്നത്. കാരണം എന്താണ്? അവയ്ക്ക് ഒരു മുഴുവനായിട്ടൊരു നീളത്തിലുള്ളൊരു ഷേപ്പ് അല്ല ഉള്ളത്. പക്ഷെ മുറിഞ്ഞിട്ടാണ് കാണുന്നത്. പക്ഷെ പശ്ചിമഘട്ടമാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള മലനിരകളാണ്. അതുപോലെ തന്നെ ശരാശരി ഉയരം നോക്കുകയാണെങ്കിൽ 1500 മീറ്റർ ആണ് വടക്ക് നിന്ന് തെക്കോട്ട് വരുന്നത്. വടക്ക് നിന്ന് തെക്കോട്ട് 1500 മീറ്റർ ആയിട്ട് വർദ്ധിച്ചു വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആനമലക്കുന്നുകളാണ്. ആനമലക്കുന്നിലെ ആനമുടി എന്ന പ്രദേശമാണ് ഈ ഏരിയയിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശം എന്ന് പറയുന്നത്. എത്രയാണ് ആനമലക്കുന്നുകളിൽ ആനമുടിയുടെ ഉയരം? 2695 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. 2695 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. ഇത് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശം കൂടിയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വലിയ കുന്നുകളാണ് നീലഗിരി കുന്നുകളിലെ ദൊഡാബേട്ട എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയത്. ഉയരം എത്രയാണ്? 2637 മീറ്റർ ആണ് ഈ കുന്നുകളുടെ ശരാശരി അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഉയരം എന്ന് പറയുന്നത്. മിക്ക ഉപദ്വീപീയ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അവ ഏതൊക്കെയാണ്? മഹാനദി ഉൾപ്പെടുന്നതാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയെല്ലാം ഈ ഒരു പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ്. ഈ നദികളെ പറ്റിയിട്ടെല്ലാം ഈ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വലിയ തോതിലുള്ള അപരദനം, അതായത് ഇറോഷന് വിധേയമാക്കിയത് കൊണ്ട് തന്നെ തുടർച്ച നഷ്ടപ്പെട്ട ഉയരം കുറഞ്ഞ കുന്നുകളായിട്ടാണ് നമ്മളുടെ പൂർവഘട്ടം കാണപ്പെടുന്നത്. പൂർവഘട്ടം അതുകൊണ്ട് തന്നെ ഇവയുടെ ഇറോഷൻ മൂലം എന്താണ്? തുടർച്ച നഷ്ടപ്പെട്ട് ഉയരം കുറഞ്ഞ കുന്നുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമി ഉൾപ്പെടുന്ന പ്രധാന മലനിരകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് ആദ്യമായിട്ട് വരുന്നത് ജാവടി കുന്നുകളാണ്. ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ജാവടി കുന്നുകൾ. അതുപോലെ തന്നെ പാൽക്കോണ്ട കുന്നുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു പാൽക്കോണ്ട കുന്നുകൾ വരുന്നുണ്ട്. നല്ല മലനിരകൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല മലനിരകൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് മഹേന്ദ്രഗിരി മലനിരകൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് മഹേന്ദ്രഗിരി മലനിരകൾ വരുന്നുണ്ട്. അടുത്ത പശ്ചിമഘട്ടവും പൂർവഘട്ടവും നീലഗിരി കുന്നുകളിൽ വെച്ചിട്ടാണ് സന്ധിക്കുന്നത്. നീലഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്രദേശത്തായിട്ടാണ്. ഈ ഒരു ഭാഗത്താണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്നത്. ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായ ഈ ഒരു പീഠഭൂമിയിൽ വ്യാപകമായി കാണുന്നത് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ് വ്യാപകമായി കാണുന്നത് തന്നെ പരുത്തി കൃഷിക്ക് ഇത് വളരെ അനുയോജ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ
പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി മുളക് എന്നിങ്ങനെയുള്ള വിളകളും ഇവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മധ്യ ഉന്നത തടം അഥവാ സെൻട്രൽ ഹൈലൻഡ്സ് എന്നത്. ഇതിന്റെ അതിർത്തിയായിട്ട് വരുന്നത് ആരവല്ലി മലനിരകളാണ്. പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ആരവല്ലി മലനിരകളാണ് വരുന്നത്. അതുപോലെ തന്നെ തെക്കൻ അതിർത്തിയായിട്ട് വരുന്നത് ഏതാണ്? തെക്കൻ അതിർത്തി ഡക്കാൻ പീഠഭൂമിയുടെ വടക്കേ ഭാഗങ്ങളാണ്. ഡക്കാൻ പീഠഭൂമിയുടെ വടക്കേ ഭാഗങ്ങൾ പറയുമ്പോൾ ഈ ഭാഗങ്ങളാണ്. ഡക്കാൻ പീഠഭൂമി ഇതുവരെ ഉണ്ട്. അപ്പോ അതിന്റെ വടക്കേ ഭാഗങ്ങളാണ് ഇതിന്റെ അതിർത്തിയായിട്ട് വരുന്നത്, തെക്കേ അതിർത്തിയായിട്ട് വരുന്നത്. ഇനിയുള്ളത് ഈ ഉപദ്വീപിയുടെ തുടർച്ചയായിട്ട് കാണുന്നത് ജയ്സാൽമീർ വരെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ജയ്സാൽമീർ വരെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ജയ്സാൽമീറിൽ കാണുന്ന ഒരു പ്രത്യേകതരം മൺകൂനകളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ മൺകൂനകൾ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ സി ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ ആണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഈ മൺകൂനകളുടെ പേരാണ് എന്താണ്? ബർക്കനുകൾ എന്നാണ് ഈ സി ഷേപ്പ് സ്ട്രക്ചറിനെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ചന്ദ്രക്കലയുടെ ഈ സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണ്? ബർക്കനുകൾ. ഇത് ജയ്സാൽമീറിലാണ് കാണപ്പെടുന്നത്. അടുത്തതായിട്ട് കായാന്തരിക ശിലകളുടെ സാന്നിധ്യമാണ്. ഈ ഒരു ഭൂവിഭാഗത്തിൽ കായാന്തരിക ശിലകൾ അഥവാ മെറ്റാമോർഫിക് റോക്സിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. ഈ മെറ്റാമോർഫിക് റോക്സ് എന്നാൽ പലതരത്തിലുണ്ട്. ഇവിടെ നമുക്ക് ചില ഉദാഹരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സ്ലൈറ്റ് ആണ്. സ്ലൈറ്റ്. രണ്ടാമത്തേത് നൈസ് കാണുന്നുണ്ട്. അതുപോലെ മാർബിൾ. ഇവയെല്ലാം തന്നെ ഈ മെറ്റാമോർഫിക് റോക്സിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പോ ഏതോ ഒരു ചരിത്ര കാലഘട്ടത്തിൽ ഈ ഭൂവിഭാഗം കായാന്തരീകരണ പ്രക്രിയയ്ക്ക്, മെറ്റാമോർഫിസത്തിന് വിധേയമായിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകളാണ് ഈ മെറ്റാമോർഫിക് റോക്സിന്റെ അല്ലെങ്കിൽ കായാന്തരിത ശിലകളുടെ സാന്നിധ്യം ഇവിടെ കാണാൻ കഴിയുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മധ്യ ഉന്നത തടങ്ങളുടെ ശരാശരി ഉയരം എത്രയാണെന്ന് നോക്കുമ്പോൾ അവ ഏറെക്കുറെ 700-നും 1000 മീറ്ററിനും ഇടയിലായിട്ടാണ് കാണുന്നത്. അപ്പൊ ശരാശരി ഉയരം 700 മീറ്ററിനും 1000 മീറ്ററിനും ഇടയിലാണ്. അതുപോലെ തന്നെ ചരിവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊരു ചരിഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ ചരിവിന്റെ കാര്യം നോക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കുള്ള ചരിവാണ് ഈ മധ്യ ഉന്നത തടങ്ങളിൽ കാണപ്പെടുന്ന ചരിവ്. ഇനി മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കൻ തുടർച്ച ഏതാണ്? കിഴക്കൻ തുടർച്ച രാജ്മഹൽ കുന്നുകളാണ് കിഴക്കൻ തുടർച്ചയായിട്ട് കാണാൻ കഴിയുന്നത്. ഇവയ്ക്ക് തെക്കായിട്ട് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കാണാൻ കഴിയുന്നുണ്ട്. ഏത് പീഠഭൂമിയാണ് കാണുന്നത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഈ മധ്യ ഉന്നത തടത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് കാണുന്നത്. ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താന്നാൽ ധാതു വിഭവങ്ങളുടെ വലിയൊരു കരുതൽ ശേഖരം ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പീഠഭൂമി അഥവാ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ധാതുക്കളുടെ കലവറ എന്നാണ് ഈ പീഠഭൂമി അറിയപ്പെടുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. വടക്ക് കിഴക്കൻ പീഠഭൂമിയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതൊരു തുടർച്ചയാണ്. അതായത് പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഈ വടക്ക് കിഴക്കൻ പീഠഭൂമിയെ കാണുന്നത്. എന്തെന്നാൽ ഹിമാലയ പർവ്വത രൂപീകരണ കാലഘട്ടത്ത് പണ്ടുണ്ടായിരുന്ന ആ സമയത്ത് ഈ ഇന്ത്യൻ ഫലകം എന്തായി? വടക്കു ദിശയിലേക്കാണ് ഇതിന്റെ ചലനം ഉണ്ടായിരുന്നത്. നമ്മൾ ഹിമാലയത്തിന്റെ രൂപീകരണ വേളയിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഫലകം വടക്ക് പർവ്വതം, അതായത് നമ്മുടെ ഹിമാലയ പർവ്വതം ഉണ്ടാക്കാൻ വടക്ക് ദിശയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത് അല്ലെ. വടക്ക് ദിശയിലേക്കുള്ള ഈ ചലനത്തിന്റെ ഭാഗമായി ഒരു ബലം ചെലുത്തപ്പെടുകയും രാജ്മഹൽ കുന്നുകൾക്കും മേഘാലയ പീഠഭൂമികൾക്കും ഇടയിൽ എന്തായി? ഒരു വിശാലമായ ഒരു
ഭ്രംശമേഖല രൂപപ്പെടുകയുണ്ടായി. ഭ്രംശമേഖല രൂപപ്പെട്ടു. പിന്നീട് എന്തായി? അഗാധമായ ഈ ഒരു മേഖല അനേകം നദികളുടെ ഒരു നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായി നിറയ്ക്കപ്പെടുകയാണ് ഉണ്ടായത്. കുറെ നദികൾ ഇവയിലൂടെ ഒഴുകി അവയുടെ എല്ലാം നിക്ഷേപണം ഇത് സ്വീകരിക്കുകയും ഇത് നിറയ്ക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ മേഘാലയ പീഠഭൂമി കർബി അംഗ്ലോങ് പീഠഭൂമിയും ഈ ഉപദ്വീപീയ ഖണ്ഡത്തിൽ നിന്ന് വേർപെട്ടിട്ടാണ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുടെ പേരുകളിൽ അറിയപ്പെടുന്ന 3 കുന്നുകൾ ഇവിടെയുണ്ട്. അത് ഏതൊക്കെയാണ്? ഖാസി കുന്നുകൾ, ജയന്തിയ കുന്നുകൾ, ഗാരോ കുന്നുകൾ. ഈ 3 വിഭാഗങ്ങളിലായിട്ടാണ് ഈ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ആസാമിലെ കർബി അംഗ്ലോങ് കുന്നുകളിലും ഇതിന്റെ തുടർച്ച കാണപ്പെടുന്നു. ഈ കുന്നുകളുടെ ഒരു തുടർച്ചയായിട്ടാണ് അസാമിലെ കർബി അംഗ്ലോങ് കുന്നുകൾ കാണപ്പെടുന്നത്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെട്ട ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ പറ്റി മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ മേഘാലയ പീഠഭൂമിയിലും കൽക്കരി, ഇരുമ്പയിര്, ചുണ്ണാമ്പുകല്ല്, യുറേനിയം എന്നീ ധാതുക്കളുടെ നിക്ഷേപങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മൺസൂണിൽ നിന്നും വലിയ അളവിൽ മഴ ലഭിക്കുന്ന ഈ മേഘാലയ പീഠഭൂമിയിൽ ഇറോഷൻ അഥവാ അപരദന ഭൂപ്രകൃതിയാണ് ദൃശ്യമാകുന്നത്. ചിറാപുഞ്ചിയിലാകട്ടെ സസ്യാവരണങ്ങൾ ഒന്നുമില്ലാത്ത അനാവൃതമായ പാറകളാണ് കാണപ്പെടുന്നത്. ഇവയെല്ലാം ഈ ഒരു പ്ലാറ്റ്യൂവിന്റെ അല്ലെങ്കിൽ ഈ ഒരു പീഠഭൂമിയുടെ പ്രത്യേകതയാണ്. ഇന്നത്തെ വിഷയം അവസാനിച്ചിരിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.